Hi all, welcome to Competitive Cracker. ഞാൻ ധന്യ. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിലെ സ്പെഷ്യൽ ടോപ്പിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എനിക്കറിയാം ആ ഒരു സെഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ സിലബസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പല ഡൗട്ട്സ് ഉണ്ടാവും, അത് എവിടെ നിന്ന് പഠിക്കണം. അതായത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വളരെ കുറവാണ്. അപ്പോൾ അതിൽ നിന്ന് മാത്രം നമുക്ക് ക്വസ്റ്റ്യൻസ് പഠിച്ചതുകൊണ്ട് നമുക്ക് ഒട്ടും ആയില്ല, നമുക്ക് അത്രയും പ്രിപ്പറേഷൻ പോരാ, അത്രയും പ്രാക്ടീസ് പോരാ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഏരിയാസ് നിന്നാണോ വരുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ഇതുപോലുള്ള മറ്റു കുറെ എക്സാംസ് ഉണ്ട്, അപ്പൊ അതിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വീഡിയോന് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഈ ഓരോ ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ കാണിക്കുന്ന സമയത്ത് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ആൻസർ ചെയ്ത് നോക്കുക കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കാണുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം എനിക്കറിയാം നിങ്ങൾ ചിലപ്പോൾ പലവരും പ്രിപ്പറേഷൻ ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ഇനിയും പഠിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. എസ്പെഷ്യലി ഞാൻ ഇവിടെ പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക്സിന്റെ കാര്യമാണ്. അതൊരിക്കലും വിടരുത്, കാരണം നല്ല മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്, അതായത് കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ഏരിയ തന്നെയാണ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയും പഠിച്ച് തുടങ്ങാത്തവർ ഉറപ്പായിട്ട് പഠിച്ചു തുടങ്ങുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Consider the following statements regarding the responsibility of UGC. ഉറപ്പായിട്ടും UGCനെ കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വരും. സോ ഞാൻ കഴിഞ്ഞ സെഷൻസിലും അതുപോലെ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ആ വീഡിയോ കാണാത്തവർ ഉറപ്പായിട്ട് നമ്മുടെ ചാനലിൽ കയറി ആ വീഡിയോസും കൂടെ കാണണം. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിന് മുൻപും വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ UGC ആയിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് UGC. സോ ഇതുപോലുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഇപ്പൊ നമ്മുടെ PSCയിലൊക്കെ സജീവമാണ്. അപ്പൊ എന്തായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഫസ്റ്റ് വൺ നോക്കിക്കേ. UGC പ്രൊവൈഡ്സ് ഫണ്ട് ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. രണ്ടാമത്തെ, UGC കോർഡിനേറ്റ്സ് ആൻഡ് ഡിറ്റർമൈൻസ് സ്റ്റാൻഡേർഡ്സ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലെ. രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻസർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഏതാണ് ആൻസർ? ഓൺലി A is ട്രൂ ആണോ? ഓൺലി B is ട്രൂ ആണോ? ബോത്ത് A and B are നോട്ട് ട്രൂ ആണോ? ബോത്ത് A and B are ട്രൂ എന്നാണോ എന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. നമുക്കറിയാം UGC എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ആണ്. 1956 അത് വന്നത് എന്ന് മനസ്സിലാക്കുക. പിന്നെ പറയാനുള്ളത് ഇവിടെ രണ്ടും, ഇപ്പൊ UGC എന്ന് പറയുമ്പോൾ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് മാത്രമല്ല ഈ ഒരു കാര്യം. അപ്പൊ നമ്മൾ വിചാരിക്കും UGC പ്രൊവൈഡ് ഫണ്ട് ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. അത് ശരിയാണെന്ന് എല്ലാവർക്കും അറിയാം, കാരണം അതിന്റെ പേര് തന്നെ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ആണ് അല്ലെ. അവിടെ ഗ്രാന്റ് പ്രൊവൈഡ് ചെയ്യുന്നു, ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് നമുക്കറിയാം. അപ്പൊ രണ്ടാമത്തെ UGC കോർഡിനേറ്റ്സ് ആൻഡ് ഡിറ്റർമിൻസ് സ്റ്റാൻഡേർഡ്സ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. അതാണ് ആക്ച്വലി അതിന്റെ ഏറ്റവും വലിയൊരു ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. അതായത് ഹയർ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാന്നുള്ളത് UGCന്റെ അണ്ടറിൽ വരുന്ന കാര്യമാണ്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അവിടെ ശരിയാണ്. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ D ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ബോത്ത് A and B are ട്രൂ എന്നുള്ള ഓപ്ഷൻ B ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ്. The first national education policy അല്ലെങ്കിൽ the first national policy on education in India was promulgated in the year. എപ്പോഴാണ് ആദ്യത്തെ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ വന്നത്? We have four option: 1992, 1986, then 1962, 1968 എന്നതാണ് നാല് ഓപ്ഷൻസ് അല്ലെ. 1992, 1986, 1962, 1968. വളരെ സിമ്പിൾ ആണ്. എപ്പോഴാണ് ആദ്യത്തെ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ ഏത് വർഷത്തിലാണ് വന്നത്? 1968 ആണ് അല്ലെ. ഓപ്ഷൻ D 1968. അപ്പൊ ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ബേസിക് ആയിട്ട് ഒരു നോളജ് വേണം. നമ്മുടെ കമ്മീഷൻസിനെ കുറിച്ചും കമ്മിറ്റീസിനെ കുറിച്ചും UGCനെ കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, എസ്പെഷ്യലി നമ്മുടെ NEP 2020നെ കുറിച്ച് അല്ലെ. അപ്പൊ അതിനെ പറ്റി ഒരു ധാരണ വേണം. അതിന്റെ എല്ലാ വർഷങ്ങളൊക്കെ പഠിച്ചു വെക്കുക. അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് പഠിച്ചു വെക്കുക. അതിലൂടെ വന്ന കാര്യങ്ങൾ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഇപ്പൊ 1986 പഠിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ നമ്മുടെ പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992 പഠിച്ചു വെക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ മാർക്കൊക്കെ സ്കോർ ചെയ്ത് നമ്മുടെ റാങ്ക് കുറച്ചുകൂടെ മുന്നോട്ട് എത്തിക്കാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ട്രൂ? അഗെയിൻ നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ട്രൂ? ഫസ്റ്റ് വൺ, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1968 റെക്കമെൻഡഡ് കോമൺ സ്കൂൾ സിസ്റ്റം അല്ലെ. റെക്കമെൻഡഡ് കോമൺ സ്കൂൾ സിസ്റ്റം. അടുത്തത്, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986 റെക്കമെൻഡഡ് ടു ഇൻട്രൊഡ്യൂസ് യോഗ ഇൻ ഓൾ സ്കൂൾസ്. ഇതാണ് രണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്.
സോ ഇത് എനിക്ക് തോന്നുന്നത് കുറച്ച് പേർക്കെങ്കിലും കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കും. കാരണം ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ ഓരോ പോളിസീസിനെ കുറിച്ച് പഠിക്കുമ്പോഴും അതിലെ മേജർ റെക്കമെൻഡേഷൻസ് ആണ് നമ്മൾ പഠിക്കുക. ഇപ്പൊ മേജർ റെക്കമെൻഡേഷൻസ് പഠിക്കും, പക്ഷെ ഇത് എത്രത്തോളം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം. അപ്പൊ അവിടെയാണ് ഞാൻ പറഞ്ഞത് കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോന്നിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണ്, എങ്ങനെയാണ്, ഏത് ലെവലിലാണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ നോക്കിക്കേ, നാഷണൽ പോളിസി ഇൻ എഡ്യൂക്കേഷൻ 1968 റെക്കമെൻഡഡ് കോമൺ സ്കൂൾ സിസ്റ്റം. അത് കറക്റ്റ് ആണ് അല്ലെ? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം 1964 to 1966 നമ്മുടെ കോത്താരി കമ്മീഷൻ വന്നത് അല്ലെ? കോത്താരി കമ്മീഷൻ വന്നത് 1964 to 66 ആണ്. അപ്പൊ അതിലും നമ്മുടെ കോമൺ സ്കൂൾ സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ അടുത്ത റെക്കമെൻഡേഷൻ വന്നത് നമ്മുടെ NPE 1968 അതിന് ബാക്കിയായിട്ട് വന്നത് അല്ലെ? സോ നാഷണൽ പോളിസി ഇൻ എഡ്യൂക്കേഷൻ 1968 റെക്കമെൻഡഡ് കോമൺ സ്കൂൾ സിസ്റ്റം ഇൻ ഇന്ത്യ എന്നുള്ളത് കറക്റ്റ് ആണ്. ഇനി രണ്ടാമത്തെ നാഷണൽ പോളിസി ഇൻ എഡ്യൂക്കേഷൻ 1986 റെക്കമെൻഡഡ് ടു ഇൻട്രൊഡ്യൂസ് ദ യോഗ ഇൻ ഓൾ സ്കൂൾസ്. അതും അവിടെ കറക്റ്റ് ആണ്. അത് 1986 ഈ യോഗനെ കുറിച്ച് പറയുന്നത്. സോ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ബോത്ത് 1 and 2 ആർ ട്രൂ എന്നുള്ള ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ നിങ്ങൾക്ക് കറക്റ്റ് ആയോ? അഥവാ നിങ്ങൾ തെറ്റിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇനിയും കുറച്ചുകൂടെ പഠിക്കേണ്ടിയിരിക്കുന്നു അല്ലെ? ഇനി കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കണം, പ്രിപ്പയർ ചെയ്യണമെന്ന് മനസ്സിലാക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. The new pedagogical and curricular structure envisaged for ECCE in NEP 2020 is. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. പ്രിപ്പറേറ്ററി ആണോ, ഫൗണ്ടേഷൻ ആണോ, ഏർലി ചൈൽഡ്ഹുഡ് ആൻഡ് കെയർ എഡ്യൂക്കേഷൻ ആണോ, അതോ മിഡിൽ ആണോ എന്നുള്ളത് മനസ്സിലാക്കുക. അല്ല, ഇവിടെ നമുക്ക് നിങ്ങൾ പലവരും തെറ്റിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ ECC എന്ന് കാണുമ്പോൾ നിങ്ങൾ ആൻസർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. നിങ്ങൾ ആദ്യം ആൻസർ ചെയ്യുക, എന്നിട്ട് മാത്രം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. എന്നാലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പൊ ഞാൻ ചെയ്ത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് സ്വന്തമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ദ ന്യൂ പെഡഗോജിക്കൽ ആൻഡ് കരിക്കുലർ സ്ട്രക്ചർ എൻവിസേജ്ഡ് ഫോർ ECCE ഇൻ NEP 2020 ഈസ്. അപ്പോ ഇവിടെ ഈ ഓപ്ഷൻ സി കാണുന്ന സമയത്ത് ECCE എന്ന് പറഞ്ഞാൽ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ അല്ലേ എന്ന് പലരും ചിന്തിക്കും അല്ലെ? പക്ഷെ അത് തെറ്റാണ്. കാരണം ഇവിടെ ECCന്റെ ഫുൾ ഫോം അല്ല നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്താ പറഞ്ഞത്? ഏത് പെഡഗോജിക്കൽ കരിക്കുലർ സ്ട്രക്ചർ ആണ് ECCEക്കായിട്ട് വന്നത്, അല്ലെങ്കിൽ ECCE ഏതിൽ ഉൾപ്പെടുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. സോ അതൊരിക്കലും പ്രിപ്പറേറ്ററി അല്ല, മിഡിൽ അല്ല. ഏതാണ് ആൻസർ? ഓപ്ഷൻ 2 ഫൗണ്ടേഷണൽ സ്റ്റേജ് ആണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ NEP 2020 5+3+3+4 എന്നുള്ളതാണ് നമ്മുടെ പുതിയ സ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലെ? എന്താണ്? 5+3+3+4 ആണ് നമ്മുടെ പുതിയ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിൽ 5 വർഷം എന്ന് പറയുന്നത് എന്താ? ഫൗണ്ടേഷണൽ സ്റ്റേജ് ആണ്. 5 വർഷം ഫൗണ്ടേഷണൽ സ്റ്റേജ് ആണ്. 3 എന്ന് പറയുന്നത് പ്രിപ്പറേറ്ററി സ്റ്റേജ് ആണ്. അടുത്ത 3 എന്ന് പറയുന്നത് മിഡിൽ സ്റ്റേജ് ആണ്. അടുത്ത 4 എന്ന് പറയുന്നത് സെക്കൻഡറി സ്റ്റേജ് ആണ് അല്ലെ? സെക്കൻഡറി സ്റ്റേജ് ആണ്. ആദ്യത്തെ ഫൗണ്ടേഷണൽ സ്റ്റേജ്, പ്രിപ്പറേറ്ററി സ്റ്റേജ്, മിഡിൽ സ്റ്റേജ് ആൻഡ് സെക്കൻഡറി സ്റ്റേജ്. അപ്പൊ ഇവിടെ ഏറ്റവും ചെറിയ കുട്ടികളുടെ വരുന്നത് ഫൗണ്ടേഷണൽ സ്റ്റേജിലാണ്. സോ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫൗണ്ടേഷണൽ സ്റ്റേജിലാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2 ഫൗണ്ടേഷണൽ സ്റ്റേജ്. ഫൗണ്ടേഷണൽ സ്റ്റേജ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് എഡ്യൂക്കേഷൻ പോളിസി ഓർ ആക്ട് ഓഫ് ഇന്ത്യ ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ഫോർ ടീച്ചിങ് ആൻഡ് മോണിറ്ററിംഗ് ഈസ് ഇൻവോൾവ്? എന്താണ്? ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ആണ് അല്ലെ? അപ്പൊ എന്താണ് സൈൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്? ആക്ച്വലി എന്താണ് സൈൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്? ഒരു ആംഗ്യ ഭാഷയാണ്. അതായത് ഇപ്പൊ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർക്കായിരിക്കാം അവർക്ക് കൊടുക്കുന്ന ഒരു ആംഗ്യ ഭാഷ സൈൻ ലാംഗ്വേജ്. അപ്പൊ അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഇവിടെ NPE 1986 ആണോ, RPWD 2016 ആണോ, NEP 2020 ആണോ, PWD 1995 ആണോ? ഇപ്പൊ ഞാൻ ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമുക്കതറിയാം ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കായിട്ടാണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ പലരും ചിലപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നത് ഇവിടെ RPWD ആക്ടിന്റെ പ്രകാരമാണോ അല്ലെങ്കിൽ PWD 1995 ആണോ എന്ന് നിങ്ങൾ ചിന്തിക്കും. കാരണം PWD എന്താണ്? പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് 1995. RPWD ആക്ട് 2016 ആണ് വന്നത്. അപ്പൊ അതിലാണ് എന്ന് വിചാരിക്കും, പക്ഷെ അത് തെറ്റാണ്. അത് രണ്ടും തെറ്റാണ്. കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 3 ആണ്. NEP 2020. NEP 2020 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആസ് പെർ NEP 2020 എൻകറേജസ്. നിങ്ങൾ സ്വന്തമായിട്ട് ആൻസർ ചെയ്യുക.
എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഒന്ന് ആൻസർ ചെയ്ത് നോക്കിക്കേ. ഏതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്? എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ്. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആസ് പെർ NEP 2020 encourages. We have 4 options: learning by rote method, learning by doing, passive learning, listening and repeating. ഇതൊക്കെ നമുക്ക് കോമൺ സെൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ നിങ്ങൾ കുറച്ചെങ്കിലും ഈ പെഡഗോജി പാർട്ടൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇപ്പൊ അത് ഒന്നും ബന്ധമില്ലാത്ത സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയില്ല എത്രത്തോളം ഇത് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളത്. പക്ഷെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. സോ നന്നായിട്ട് പരിശ്രമിക്കുക. കാരണം നമ്മുടെ മെയിൻ എക്സാം ആണ്, പ്രിലിംസ് അല്ല ഇതെന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച് റാങ്ക്, ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ സെക്കൻഡ് റാങ്കിലോട്ട് എത്തുക എന്നുള്ളതായിരിക്കും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അതിനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ഇവിടെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറയുമ്പോൾ തന്നെ റോട്ട് മെത്തേഡ് അല്ല. റോട്ട് മെത്തേഡ് എന്ന് വെച്ചാൽ കാണാപ്പാഠം പഠിക്കില്ല, അതല്ല. പാസീവ് ലേണിംഗ് അല്ല. പാസീവ് ലേണിംഗ് എന്ന് വെച്ചാൽ ചുമ്മാ ഇരുന്ന് കാണാതെ പഠിക്കുന്നത്. ലിസണിങ് ആൻഡ് റിപ്പീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതൊക്കെ എന്താണ്? നമ്മൾ അവിടെയും ഈ കാണാപ്പാഠം പോലെയാണ് അല്ലെ, പഠിക്കുന്നു, അത് റിപ്പീറ്റ് ചെയ്യുന്നു, വീണ്ടും പഠിക്കുന്നു എന്നുള്ള കാര്യം. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി, ലേണിംഗ് ബൈ ഡൂയിങ് ആണ്. ചെയ്തുകൊണ്ട് പഠിക്കുക, ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക അല്ലെ. ലേണിംഗ് ത്രൂ എക്സ്പീരിയൻസ്, ലേണിംഗ് ത്രൂ ആക്ടിവിറ്റി, ലേണിംഗ് ബൈ ഡൂയിങ് എന്ന കാര്യത്തിലൂടെ പഠിക്കുക എന്നുള്ളതാണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആസ് പെർ NEP 2020. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇത് കാണുമ്പോൾ കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് കുറച്ചൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് മാർക്ക് പോവുകയും ചെയ്യും, നമുക്ക് നെഗറ്റീവ് മാർക്കും കൂടെ വരും. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്: which of the following is or are correct with regard to previous national education policies of India? അപ്പൊ ഇവിടെ നമ്മുടെ 1968 കുറിച്ച് പറയുന്നുണ്ട്, 1986 കുറിച്ച് പറയുന്നുണ്ട് അല്ലെ, പിന്നെ 1992 പറ്റിയും പറയുന്നുണ്ട്. സോ ഫസ്റ്റ് എ എന്ന് പറഞ്ഞത് NEP 1968 proposed a structure of 10+2+3 in Indian education എന്ന് പറയുന്നുണ്ട്. അടുത്തത് NEP 1986 proposed starting midday meal scheme, setting up of Navodaya Vidyalayas എന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ NEP 1986 was subsequently updated in 1992 എന്ന് പറയുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾ ആദ്യം ഒറ്റയ്ക്കൊന്ന് ആൻസർ ചെയ്ത് നോക്കുക, എന്നിട്ട് കിട്ടിയതിന് ശേഷം മാത്രം ഞാൻ പറയുന്നത് നോക്കിയാൽ മതി. അപ്പൊ ഫസ്റ്റ് വൺ NEP 1968 proposed a structure of 10+2+3 in Indian education. അപ്പൊ നമ്മൾ ഇതുപോലെ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കോമൺ സ്കൂൾ സിസ്റ്റം ഇൻ ഇന്ത്യ. അതിനെ കുറിച്ച് പറഞ്ഞത് 1968 പോളിസിയാണ്. അപ്പോഴും ഞാൻ പറഞ്ഞു, ആദ്യം കോത്താരി കമ്മീഷനിൽ അത് പറഞ്ഞു, പിന്നെ അതിന്റെ റെക്കമെൻഡേഷൻ ഒന്നുകൂടെ നമ്മുടെ ഈ ഒരു പോളിസിയിൽ പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു കോമൺ സ്കൂൾ സിസ്റ്റം എന്ന് പറയുന്നത് 10+2+3 തന്നെ അല്ലേ 10+2+3 ആക്കണം എന്നുള്ളതാണല്ലോ കോമൺ സ്കൂൾ സിസ്റ്റം എന്ന് പറയുന്നത്. സോ അത് ഇവിടെ ശരിയാണ് അല്ലെ, എ ഇവിടെ ശരിയാണ്. അതായത് NEP 1968 proposed a structure of 10+2+3 in Indian education. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ ശരിയാണ്. NEP 1986 proposed starting midday meal scheme, setting up of Navodaya Vidyalayas. അത് എന്താണ് ഇവിടെ ശരിയാണ് അല്ലെ. NEP 1986 proposed starting midday meal scheme, സെറ്റിംഗ് അപ്പ് ഓഫ് നവോദയ വിദ്യാലയസ്. ആ രണ്ട് കാര്യങ്ങളും ശരിയാണ്, അത് നിങ്ങൾ പഠിച്ചു വെക്കുക. അത് ഏതിന്റെ ഭാഗമായിട്ട് വരുന്നതാ? 1986ന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സോ പ്രപ്പോസ് ഏതൊക്കെയാണ്? സ്റ്റാർട്ടിംഗ് മിഡ് ഡേ മീൽ സ്കീം, അതുപോലെ തന്നെ സെറ്റിംഗ് അപ്പ് ഓഫ് നവോദയ വിദ്യാലയാസ്. ഓക്കെ, സെറ്റിംഗ് അപ്പ് ഓഫ് നവോദയ വിദ്യാലയാസ്. അടുത്തത് NEP 1986 വാസ് സബ്സിക്വന്റ്ലി അപ്ഡേറ്റഡ് ഇൻ 1992. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, കാരണം 1986ന് ശേഷം വന്നതാണ് നമ്മുടെ 1992ലെ POA അഥവാ പ്രോഗ്രാം ഓഫ് ആക്ഷൻ അല്ലെ. പ്രോഗ്രാം ഓഫ് ആക്ഷൻ വന്നത് 1992ലാണ് എന്ന കാര്യം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പൊ ഇതെല്ലാം ശരിയായത് കൊണ്ട് തന്നെ ഓൾ ഓഫ് ദി എബോ ആണ് കറക്റ്റ് ആയിട്ടുള്ളത് അല്ലെ. എല്ലാം ശരിയാണ്. ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് കറക്റ്റ് എന്ന് ചോദിക്കാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ് എന്നാണ്. സോ ഓൾ ഓഫ് ദി എബോ ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ആ ഒരു കോൺസെപ്റ്റ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല, ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന റെക്കമെൻഡേഷൻസ് ആയിരിക്കില്ല ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ ഇവിടെ കാണിച്ച കുറേ റെക്കമെൻഡേഷൻസ് അതിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ്. അതായത് ഇപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളൊരു 3-4 പഠിക്കുകയാണെങ്കിൽ അതിന് പുറമേ വരുന്നതാണ് ബാക്കിയുള്ള ഈ ക്വസ്റ്റ്യനിൽ കാണിച്ചതൊക്കെ. അപ്പൊ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഞാൻ ഉദ്ദേശിച്ച സ്പെഷ്യൽ ടോപ്പിക്സിൽ തന്നെ ഏതെങ്കിലും
ഏതെങ്കിലും മൊഡ്യൂൾസ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോന് താഴെ അതും കൂടെ ഒന്ന് കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ കിട്ടാത്തവർ ഒന്നുകൂടെ നന്നായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. നന്നായിട്ട് തന്നെ പ്രിപ്പറേഷൻ മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ ലോങ് ബാച്ച് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ എന്തെങ്കിലും അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് തന്നെ പ്രിപ്പറേഷൻ ഒക്കെ മുന്നോട്ട് പോട്ടെ. സോ ദാറ്റ്സ് ഓൾ ഫ്രം ദിസ് സെഷൻ. താങ്ക് യു.